നമസ്തേ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിടിയാ കാ ഘർ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ്. നോക്കൂ, 34-ാമത്തെ പേജിൽ പഹചാനെ ലിഖേ. ഒരു പക്ഷി ചുണ്ടിൽ ഒരു പുൽക്കൊടിയായിട്ട് പോവുകയാണ്. ആ പുൽക്കൊടിയിൽ 2 ബലൂണുണ്ട് അല്ലേ. ഇവിടെ 2 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. തിൻക ചോഞ്ച്. തിൻക പുൽക്കൊടി, ചോഞ്ച്. ചോഞ്ച് എന്താണ്? ചുണ്ട്. അപ്പം നമുക്കിത് ഇവിടെ എഴുതാം. ചുണ്ടിനെന്താ പറയുക? ചോഞ്ച്. ചോഞ്ച്. പുൽക്കൊടിക്ക് തിൻക. തിൻക. ഇത് 2 വാക്ക് നിങ്ങൾ നന്നായി എഴുതി പഠിക്കണം. ചോഞ്ച്, തിൻക. ഇനി നോക്കൂ, അതിൻ്റെ താഴെ ചിടിയാക്കി ചോഞ്ചുമേം ക്യാ ഹേ. ചിടിയയുടെ ചോഞ്ചിൽ എന്താണ്? ചിടിയയുടെ ചോഞ്ചിൽ എന്താണ്? ചിടിയയുടെ ചോഞ്ചിൽ എന്താണ്? തിൻകയാണ് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ചിടിയാ കീ ചോഞ്ചുമേം ക്യാ ഹേ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്? ചോഞ്ചുമേം തിൻകാ ഹേ. തിൻകാ ഹേ. ചിടിയയുടെ ചോഞ്ചിൽ തിൻകയാണ്. അപ്പോൾ ഇത്രയും അങ്ങോട്ട് എടുത്തെഴുതുക. എന്നിട്ട് ഈ ക്യാ എന്നുള്ളിടത്ത് മാത്രം തിൻക എന്ന് ചേർക്കുക. ഇതും കൂടെ എഴുതുക. അപ്പോൾ ചിടിയാക്കെ ചോഞ്ചുമേ തിൻകാ ഹേ. അടുത്ത പേജ് देखिए. പഖജാനേം ഔർ ലിഖേം. വീണ്ടും അതുപോലെ വന്നിരിക്കുക. നമ്മൾ കണ്ടുപിടിച്ചെഴുതാനാണ്. 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പക്ഷി തിൻകയും കൊണ്ടുവന്ന് കൂടുണ്ടാക്കാൻ പോവുകയാണ്. രണ്ടാമത്തത്, പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നു പോവുകയാണ്. മൂന്നാമത്തത്, പക്ഷിക്കുഞ്ഞുങ്ങൾ അതിൽ ഇരിക്കുകയാണ് അല്ലേ. നമുക്ക് നോക്കാം. നോക്കൂ, ഘർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ. വീടിൻ്റെ ഉള്ളിൽ ചിടിയയുടെ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. അതെവിടെയാണ്? ഇവിടെ. 3-ാമത്തെ ചിത്രം. അപ്പം നമ്മൾ ഇവിടെ എഴുതണം. ഘർക്കെ അന്തർ ആരുണ്ട്? ചിടിയാക്കെ ബച്ചേ ഹേ. വീടിൻ്റെ ഉള്ളിൽ ചിടിയയുടെ കുട്ടികളുണ്ട്. അടുത്ത നോക്കൂ, ചിടിയ തിൻകോം സേ ഘർ ബനാത്തി ഹേ. ചിടിയ പുൽക്കൊടികൾ കൊണ്ട് വീടുണ്ടാക്കുന്നു. അതെവിടെ എഴുതണം? ഇവിടെ എഴുതാം അല്ലേ. ചിടിയ തിൻകോം സേ എന്തുണ്ടാക്കുന്നു? ഘർ ബനാത്തി ഹേ. വീടുണ്ടാക്കുന്നു. ഇനി അടുത്തതാണ് ചിടിയാക്കെ ബച്ചേ ഉടുജാത്തേ ഹേ. ചിടിയയുടെ കുട്ടികൾ പറന്നു പോകുന്നു. അതെവിടെ എഴുതും? ചിടിയാക്കെ ബച്ചേ ഉഡ് ജാത്തേ ഹേ. അതിവിടെ എഴുതുക. അപ്പോൾ ഇതൊന്ന് മനസ്സിലായല്ലോ. ഈ 3 സെൻറ്റൻസ് നിങ്ങൾ നന്നായി കാണാതെ പഠിക്കുക. അപ്പം ഈ പക്ഷിക്കൂടിൻ്റെ ഉള്ളിൽ ചിടികളുടെ കുട്ടികളാണ്. രണ്ടാമത്തത്, ചിടിയ പുൽക്കൊടികൾ കൊണ്ട് വീടുണ്ടാക്കുന്നു. ചിടിയയുടെ കുട്ടികൾ പറന്നു പോകുന്നു. മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്ത് നോക്കൂ, പഹചാനെ ഔർ താലിക ഭരേ. മനസ്സിലാക്കി കണ്ടുപിടിച്ച് എഴുതാനാണ്. ചിത്രത്തേക്കിയേ. ചിത്രം എന്താണ്? ഒരു വീടുണ്ട്. അതിനുള്ളിൽ ഒരു കുട്ടി നിൽക്കുന്നു. പിന്നെന്താണ്? ഒരു മരം, ചെടികൾ, ഒരു പെൺകുട്ടി, ഒരു നായ, ഇതൊക്കെയുണ്ട്. ഒരു ജലാശയമുണ്ട്. അതിലെന്താണ്? ഒരു മത്സ്യമുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ. എൻ്റെ താഴെ പൗതേമേം ഫൂൽ ഹേ. ചെടികളിൽ പൂക്കളുണ്ട്. ഘർക്കെ അന്തർ ലഡ്കാ ഹേ. വീടിൻ്റെ ഉള്ളിൽ ആൺകുട്ടിയുണ്ട്. ചിടിയ പേട് പർ ഹേ. പക്ഷി മരത്തിന്മേലാകുന്നു. നദിമേ മച്ചലി ഹേ. നദിയിൽ മത്സ്യമുണ്ട്. ബഗീച്ചമേ ലഡ്കി ഹേ. പൂന്തോട്ടത്തിൽ
പെൺകുട്ടിയുണ്ട്. കുത്ത ഘർ കെ ബാഹർ ഹേ. കുത്ത നായ വീടിൻ്റെ പുറത്തുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് താഴെ എഴുതിയിരിക്കുന്നത്. നമുക്കതിൽ നിന്നും ഇതിൻ്റെ ആൻസർ എടുത്തെഴുതാം. ഘർ കെ അന്തർ കോൻ ഹേ. ആരാണ് വീട്ടിൻ്റെ ഉള്ളിൽ? ഘർ കെ അന്തർ ലഡ്കാ ഹേ. വീടിൻ്റെ ഉള്ളിൽ ആരാണുള്ളത്? ആൺകുട്ടി. ഇനി കുത്ത കഹാം ഹേ. കുത്ത എവിടെയാണ്? കഹാം. കോൻ കഹാം. കുത്ത എവിടെയാണ്? ഇവിടെ ഉണ്ട് ആൻസർ. എവിടെയാണ്? കുത്ത ഘർ കെ ബാഹർ ഹേ. അന്തർ ബാഹർ. അന്തർ അകത്ത്, ബാഹർ പുറത്ത്. അപ്പൊ കുത്ത എവിടെയാണ്? കുത്ത ഘർ കെ ബാഹർ ഹേ. കുത്ത വീടിൻ്റെ പുറത്താണ്. ഇനി അടുത്ത് നോക്ക്. നദി മേം ക്യാ ഹേ. നദിയിൽ എന്താകുന്നു? देखिए नदी में मछली है. नदी में मछली മത്സ്യം മച്ചലി ഹേ. നദി മേ മച്ചലി ഹേ. ഞാനിത് പെൻസിലിന് എഴുതുന്നത് എനിക്കിത് മായ്ച്ചിട്ട് വേറെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ്. പെന്നിന് എഴുതിയ ശരിയാവില്ല, അതുകൊണ്ടാണ്. ബഗീച്ചേ മേ കോൻ ഹേ. ബഗീച്ചേ മേ കോൻ ഹേ. ബഗീച്ചേ മേ ലഡ്കി ഹേ. പൂന്തോട്ടത്തിൽ ആരാണുള്ളത്? ബഗീച്ചേ മേ ലഡ്കി. ലഡ്കി പറഞ്ഞ ആരാണ്? പെൺകുട്ടി. പൂന്തോട്ടത്തിൽ പെൺകുട്ടിയുണ്ട്. ഇനി നോക്ക്. ചിടിയ കഹാം ഹേ. കഹാം എവിടെ? ചിടി എവിടെയാണുള്ളത്? പേട് പർ ഹേ. ചിടിയ എവിടെയാണ്? ഇവിടെ ആൻസർ ഉണ്ട്. ചിടിയ പേട് പർ ഹേ. ദേഖിയേ ചിടിയ പേട് പർ ഹേ. चिड़िया पेड़ पर है. चिड़िया पेड़ पर है. പിന്നെ പൗദേ മേം ക്യാ ഹേ. ചെടിയിൽ എന്താകുന്നു? ചെടിയിൽ എന്താണ്? പൗദേ മേം ഫൂൽ ഹേ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ലൈക്കും കമൻറ്റും ഷെയറും കൂടി ആവാം.